ശബരിനാഥൻ്റെ കൊക്കിനിപ്പോൾ ജീവനുണ്ടോ? കൊക്കെന്ന് പറഞ്ഞാൽ ശബരിനാഥൻ പറഞ്ഞല്ലോ, കൊക്കിന് ജീവനുണ്ടെങ്കിൽ വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ കോർപ്പറേഷനിൽ കയറ്റില്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കയറ്റില്ല എന്നുള്ള വീരവാദം അടിച്ച ആളാണ് ശബരിനാഥൻ. ശബരിനാഥൻ കോൺഗ്രസ് നേതാവാണ്, സുമുഖനാണ്, സുന്ദരനാണ്. അതിലൊക്കെ ഉപരി കോൺഗ്രസിൻ്റെ സ്പീക്കറും വൈദ്യുതി മന്ത്രിയൊക്കെ ആയിരുന്ന ജി കാർത്തികേയൻ്റെ മകനാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു IAS ഉദ്യോഗസ്ഥയുടെ ഭർത്താവാണ്. ഇങ്ങനെ പല പദവികൾ, പല തരത്തിൽ അറിയപ്പെടുന്ന ആളാണ് ശബരിനാഥൻ. ശബരിനാഥൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 8 നില തോറ്റുപോയി. കോർപ്പറേഷനിൽ മേയറാവാനും പറ്റിയില്ല. അതിൻ്റെ ചൊരുക്ക് ഇയാളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില ഇടിഞ്ഞു പോയ ഒരു രാഷ്ട്രീയ ചരക്കുണ്ടെങ്കിൽ അതിൻ്റെ പേര് ശബരിനാഥൻ എന്നാണ്. കാരണം കയ്യിലിരിപ്പാണ്, വാ തുറന്നാൽ പുറത്തേക്ക് വരുന്ന വെളിവുകേട്, കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ എല്ലാം വല്ലാതെ വിലയിടിച്ച ആ മനുഷ്യൻ ഇപ്പോൾ വല്ലാതെ അവമാനിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? വാഴോട്ടുകോണം കൗൺസിലർ ഒരു കേസിൽ പ്രതിയായി. അദ്ദേഹത്തിന് നിരവധി രാഷ്ട്രീയ പ്രേരിതമായ കേസുകളുണ്ട്. കാപ്പയും ചുമത്തി ജയിലിലടച്ചു. അപ്പോൾ ഭരണം കട്ടിമറിക്കാം എന്നങ്ങ് തീരുമാനിച്ചു. UDFും LDFും കൂടെ ചില നാടകങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് വരുന്നത് തന്നെ. CPM എന്താ പറഞ്ഞ്? ജയിലിടിഞ്ഞു വീണാലും സൂതൻ പുറത്തേക്ക് വരില്ല. ആ സൂതൻ പുറത്തേക്ക് വരികയാണെന്നേ. സൂതനെതിരെയുള്ള 2 കേസുകളിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. അതായത് ഹൈക്കോടതി തിരുവനന്തപുരത്തെ എല്ലാ BJP കൗൺസിലർമാരും സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഭരണഘടന അല്ലെങ്കിൽ നിയമം, മുനിസിപ്പൽ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള സത്യപ്രതിജ്ഞ അല്ല അവരെടുത്തത് എന്ന് കണ്ടെത്തിയ കോടതിയിൽ. അതിൽ തന്നെ തർക്കമുണ്ട് കേട്ടോ. സുപ്രീം കോടതിയുടെ വിധിയൊക്കെ ഉണ്ട്, അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ ചെയ്യാം എന്നിരിക്കെയാണ് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞതെന്ന് ആക്ഷേപമുണ്ട്. ആ ആക്ഷേപം അവിടെ നിൽക്കട്ടെ. അള്ളായ്ക്ക് മാത്രം ഒഴിവുണ്ട്. അള്ളായുടെ പേരിൽ ആർക്കും സത്യപ്രതിജ്ഞ ചെയ്യാം. ദൈവം എന്തും വേണ്ട, ഭരണഘടന പറയുന്ന വാക്കും വേണ്ട, മുനിസിപ്പൽ ആക്ടിലെ വകുപ്പും വേണ്ട, അള്ള എല്ലാവർക്കും സ്വീകാര്യനാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ എല്ലാ BJP കൗൺസിലർമാരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഒരു ടൈം ലിമിറ്റും ഹൈക്കോടതി വെച്ചു. അത് സുഗതനും ബാധകമാണ്. കോടതിയിൽ ഇന്നലെ BJPയുടെ അഭിഭാഷകർ അല്ലെങ്കിൽ സുഗതൻ്റെ അഭിഭാഷകർ പറഞ്ഞത്, ഹൈക്കോടതി വിധിയുണ്ട്, സുഗതൻ കൗൺസിലറാണ്, കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് കഴിയാറായി, അതുകൊണ്ട് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. കോടതി അത് പരിഗണിച്ചു. കാരണം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയെ മറികടക്കാൻ കീഴ്ക്കോടതികൾക്ക്, മജിസ്ട്രേറ്റ് കോടതിക്ക് ഒട്ടും കഴിയില്ല. അതുകൊണ്ട് ജൂലൈ 13 വൈകുന്നേരം 5 മണി മുതൽ 14 രാത്രി 9 മണി വരെ സമയം അനുവദിച്ചിരിക്കുന്നു. അതായത് ജൂലൈ 14 സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരും. അപ്പോൾ ശബരിനാഥൻ കൊക്കിനെ എന്ത് ചെയ്യും? കൊക്കിനെ പൊരിച്ചു തിന്നുമോ? കൊക്കിനെ കിടത്തി, വാഴയിലെ കിടത്തി അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ശബരിനാഥൻ്റെ ചിത്രങ്ങളൊക്കെ ട്രോളായിട്ട് വരുന്നുണ്ട്. ഏതായാലും ശബരിനാഥ, രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായി നടത്തണം. താങ്കളുടെ അച്ഛൻ ഏതാണ്ടത് അങ്ങനെ ചെയ്ത ഒരാളാണ്. ജി കാർത്തികേയനെ കുറിച്ച്, ഇപ്പോൾ നമ്മൾ പറയുന്ന പിണറായി വിജയനെക്കുറിച്ച് ഇത്രയേറെ ആക്ഷേപങ്ങൾ പറയുന്ന ലാവ്ലിൻ കരാർ ഉരുവം കൊണ്ടത് കാർത്തികേയൻ വൈദ്യുത മന്ത്രിയായിരുന്ന കാലത്താണെന്ന് ആരും മറന്നിട്ടൊന്നുമില്ല. പറയാനാണ് ഒരുപാട് കഥകൾ ബാക്കിയുണ്ട്, അതൊന്നും ആരും പറയുന്നില്ല. യശസ്വീനായ ഒരു സമാദരണീയനായ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്കാണ് കാർത്തികേയനെ എല്ലാവരും കാണുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം കുഴികളൊക്കെ മാന്തിപ്പോയ ഒരുപാട് ദുർഗന്ധം പുറത്തു വരും. ശവക്കുഴി മാന്താതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. പക്ഷേ ശബരിനാഥൻ അന്ന് കാണിച്ച, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണിച്ച കളിയൊക്കെ വളരെ മോശമായിരുന്നു. ഹാജർ ബുക്ക് കൈവശപ്പെടുത്തുന്നു, ഹാജർ ബുക്കിൽ ഒപ്പിടുന്നു, ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് തിരികെ ഏൽപ്പിക്കണം. അവിടുത്തെ ഒരു ജീവനക്കാരൻ ചെന്ന് ചോദിക്കുമ്പോൾ, നീ പോടാ, അതിൻ്റെ പണി നോക്കടാ എന്ന് പറയുന്നു. അയാൾ പരസ്യമായി വന്നിട്ടുണ്ട്, കൗൺസിലർ എനിക്ക് തന്നില്ല, പിടിച്ചു വെച്ചു, എന്നെ ആക്ഷേപിച്ചു, ആട്ടിപ്പായിച്ചു എന്ന് അയാൾ പറയുന്ന ദൃശ്യങ്ങൾ വന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് ഒപ്പിടാൻ മാത്രം അധികാരമുള്ള ഹാജർ പുസ്തകം കൈക്കലാക്കി മാധ്യമങ്ങളെ കാണിച്ചുകൊണ്ട് വലിയ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അപ്പോഴാണ് അതിൻ്റെ പേജുകൾ നശിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് തിരിച്ചറിഞ്ഞ BJP കൗൺസിലർമാർ അത് ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതും സംഘർഷമുണ്ടായതും. എന്തിനായിരുന്നു ഈ നാടകം? നിങ്ങൾക്കറിയാം, നിങ്ങൾ കൂടിയാൽ കൂട്ടുന്ന ഒന്നല്ല തിരുവനന്തപുരത്തെ BJPയുടെ ഭരണം അട്ടിമറിക്കാൻ. കാരണം നിങ്ങൾക്ക് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള 34 പേരുടെ ഭൂരിപക്ഷം പോലും ഇല്ല. 2 മുന്നണികളും ചേർന്ന്, ഇടതുപക്ഷവും വലതുപക്ഷവും UDFും LDFും ഒന്നിച്ച് ചേർന്ന് പ്രമേയം അവതരിപ്പിച്ചാൽ പോലും മേയറെ നീക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം, സഭയിൽ ഹാജരാവുന്നതിൻ്റെ 3/2 ഭൂരിപക്ഷം വേണം.
അതുണ്ടാവത്തില്ല. BJP അങ്ങ് വിട്ടുനിന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവിശ്വാസ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു പോകും പ്രമേയം. അങ്ങനെ തൊണ്ടയിൽ പഴുത്താൽ വിഴുങ്ങുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല എന്ന് നാട്ടുഭാഷയിൽ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് CPM-ഉം കോൺഗ്രസും. CPM-നാണെങ്കിൽ ആധിയാണ്. തിരുവനന്തപുരം നഗരത്തിൽ വർഷങ്ങളായി നഗരസഭാ ഭരണം കൈയടക്കി വെച്ച് നടത്തിയിരുന്ന കൊള്ള മുഴുവൻ വലിച്ചു പുറത്തിടുകയാണ് മേയർ രാജേഷ്. എല്ലാ കള്ളത്തരങ്ങളും ഇവർ നടത്തിയിരുന്ന കൊള്ളകളും ജനങ്ങളുടെ മുൻപാകെ വിളിച്ചു പറയുന്നു. എന്നിട്ട് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നിരന്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ CPM-കാർ, ഒരു മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ മാലിന്യം വലിച്ചെറിയുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ കൊണ്ട് മാലിന്യം തള്ളിയത് CPM-ൻ്റെ സജീവ പ്രവർത്തകൻ. അപ്പോൾ തിരുവനന്തപുരം നഗരം അങ്ങ് നാറണം. CPM തീരുമാനിച്ച് നാറ്റിക്കണം, അതിന് മാലിന്യം ഒഴുക്കണം. ജലവിതരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് കുടിവെള്ളം മുടക്കും. ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ ഒരു കോർപ്പറേഷൻ ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രീയ കങ്കാണികളെ ഉപയോഗിച്ച് CPM-കാർ. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു നാടകമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം. അപ്പം സുഗതനെ കള്ളക്കേസിൽ പെടുത്തി സുഗതൻ്റെ അഭാവം മൂലം ഭരണം അട്ടിമറിക്കാം എന്ന് ശ്രമിച്ചവരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും തിരിച്ചടിയായി. എന്തൊക്കെയോ നടക്കും, ഭരണം ഇപ്പം വീഴുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ജയിൽ ഇടിഞ്ഞാലും സുഗതൻ പുറത്തു വരില്ല, കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കോർപ്പറേഷനിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും ഈ സോഷ്യൽ മീഡിയയിലുള്ള സംഘി ഹാൻഡിലുകൾ അവരൊക്കെ ഈ ശബരിനാഥൻ്റെ കൊക്കിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ചിത്രമൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ സമയമുണ്ട് ശബരിനാഥ, തെളിയിക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ സുഗതനെ കേട്ടില്ല എന്ന്. സുഗതൻ വരും, 14-ാം തീയതി വരും, സത്യപ്രതിജ്ഞ ചെയ്യാൻ വരും. തടഞ്ഞു നോക്കണം. ഒറ്റ കാര്യം പറയാനുള്ളൂ, ശബരിനാഥന് നല്ല തടിപൊടുക്കുണ്ട്. ഒരു കോർപ്പറേഷൻ കൗൺസിലർക്ക്, തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്ക് ഹൈക്കോടതിയുടെ വിധി പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ അവകാശമുണ്ടെന്നിരിക്കെ 14-ാം തീയതി കോർപ്പറേഷൻ ഹാളിലേക്ക് സുഗതൻ വരുമ്പോൾ ശബരിനാഥൻ ഈ തടിയും കൊണ്ടൊന്ന് തടയാൻ നോക്കണം. എന്നിട്ട് ആൺകുട്ടിയാണെന്ന് പറയണം. കാത്തിരിക്കാം, ദിവസം കുറച്ചല്ലേ ഉള്ളൂ. 14-ാം തീയതി, കാരണം 13-ാം തീയതി വൈകിട്ട് സുഗതനെ വിയ്യൂർ, തൃശ്ശൂർ ജില്ലയിലുള്ള വിയ്യൂർ അതിസുരക്ഷാ ജയിലിലാണ് സുഗതനെ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവരും. മേയർ നിശ്ചയിക്കുന്ന സമയത്ത് രാവിലെ കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതൻ വരും. ശബരിനാഥ ഒന്ന് തടഞ്ഞത് കാണിക്കേ. കേരളം കാത്തിരിക്കുന്നു. ശബരിനാഥൻ്റെ ഈ തടി അതിന് പോരുമോ പോരാതെ വരുമോ എന്ന് അന്ന് കാണാം. ഏതായാലും വെല്ലുവിളിക്കുമ്പോൾ അത് നടപ്പാക്കാനുള്ള ശേഷി കൂടി ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് വേണം വെല്ലുവിളിക്കാൻ. വേണമെങ്കിൽ ശബരിനാഥന് ഊരിപ്പോരാൻ ഒരു വഴിയുണ്ട് കേട്ടോ, ഒരു മാർഗമുണ്ട്. ഇപ്പോൾ പറയാം, ഹൈക്കോടതി വിധി കൂടി പരിഗണിച്ചാണല്ലോ നെടുമങ്ങാട് കോടതി ഇപ്പോൾ സുഗതന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി വിധി അനുസരിച്ചുള്ള നടപടിക്രമം ആയതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമായിരുന്നു എന്നൊരു പ്രസ്താവന ഇറക്കി വാലും ചുരുട്ടി ഓടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 14-ാം തീയതി ഇതേ ഗുണ്ടായിസം കാണിക്കാൻ ശബരിനാഥനും സംഘവും അങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നതൊന്നും ആയിരിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന ടീമൊന്നും അല്ല കേട്ടോ ശബരിനാഥ. BJP-ക്കാർ, CPM-കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല BJP-യോട്. പിന്നെയാണ് ഈ ശബരിനാഥൻ്റെ പാർട്ടി. ഇനി ശബരിനാഥൻ്റെ തടി കണ്ടിട്ട് എന്നാൽ പിന്നെ നമുക്കങ്ങ് ചെയ്തേക്കാം എന്ന് കരുതി തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരോ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരോ അതിസാഹസം വല്ലതും കാണിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം അവനവൻ്റെ തടിക്ക് കൊള്ളുമ്പോഴല്ലേ വേദന അറിയൂ. ഏതായാലും 14-ാം തീയതി സുഗതൻ വരും, സത്യപ്രതിജ്ഞ ചെയ്യും, നമ്മളത് കാണുകയും ചെയ്യും. ശബരിനാഥനും കാണും. വേണമെങ്കിൽ ശബരിനാഥന് അത് കണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അന്ന് കോർപ്പറേഷനിലേക്ക് വരാതെ ഇരിക്കാം. പ്രിയമുള്ളവരെ, ഏറ്റവും പുതിയ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഞങ്ങളുടെ കൂടെ നിങ്ങളും സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യണേ.